ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു റെസിപ്പി ഇവിടെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചട്ടിയൊക്കെ നല്ല ചൂടായി, എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചു. ഉള്ളിയും വത്തൽമുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരല്പം ചതവ് കൂടിപ്പോയി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ചെടുത്ത മുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. വത്തൽമുളക് ചതച്ചതാണ് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. ഉപ്പ് വേണ്ടവർക്ക് ഈ സമയം ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ബാക്കി സാധനങ്ങളുടെ കൂടെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇളക്കി കൊടുക്കണം. ഇതിട്ടിട്ട് പോകരുത് കേട്ടോ. ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളി അടിക്ക് പിടിക്കും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കായാണ് കേട്ടോ. അതായത് ഇത് റോസ്റ്റക്കായാണേ. ആ റോസ്റ്റക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി കനം കുറച്ചിട്ടുള്ള തോരൻ വെക്കുന്ന പരുവനല്ല, മെഴുക്കുവരട്ടിക്കൊക്കെ എടുക്കുന്ന രീതി അരിഞ്ഞെടുത്തേക്കും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം എന്താ, നമുക്ക് നീളത്തിൽ സാധാരണ പയറൊക്കെ എടുക്കുന്ന രീതിയിലും എടുക്കാം. ഞാനിപ്പം ചെറിയ ചെറിയ ഈ രീതിയിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അതായത് ഈ മുളകും ഉള്ളിയും ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു പേരിന് വെന്തില്ലേ മാത്രം അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എന്താ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ച് എടുക്കാം. 2 പ്രാവശ്യം ഇളക്കി കഴിഞ്ഞപ്പോൾ ഒരല്പം വേവ് കുറവുണ്ടായിരുന്നു. അന്നേരം അല്പം ഞാനൊന്ന് വെള്ളം തൂക്കി കൊടുത്തു കേട്ടോ. ഒരു അര ഗ്ലാസ് പോലും ചേർത്ത് കൊടുത്തില്ല കേട്ടോ. കുറച്ച് വേണ്ടി മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചൊന്ന് അടച്ച് വെക്കാം. ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഇളക്കിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരല്പം വെള്ളമോട് ചേർത്ത് കൊടുത്താൽ കണ്ടില്ല, ഒത്തിരി ഒന്നും ചേർത്ത് കൊടുത്തില്ല. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ കുഴഞ്ഞു പോകും കേട്ടോ. ഈ പരുവത്തിൽ ഇരിക്കണം കേട്ടോ. അപ്പോൾ എന്താ, നല്ല അടിപൊളിയായിട്ട് മെഴുക്കുവരട്ടിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ചോറ് വിളമ്പാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ തോരൻ എന്ന് പറഞ്ഞാൽ തോരനും മെഴുക്കുവരട്ടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമ്മളിത് തോരൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉണക്കമീൻ വറുത്ത എടുത്തു, പിന്നെ ചമ്മന്തിയും കൂടെ അരച്ചു. അപ്പം കാത്തോരനും ചമ്മന്തി ഉണക്കമീൻ വറുത്തു. അതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കേട്ടോ. വീഡിയോ പുതുതായിട്ട് ചാനൽ അതെല്ലാം കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടാൻ, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്താൻ, ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മാത്രമല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.